ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ വിദേശ രാജ്യങ്ങളിൽ പര്യടനം കഴിഞ്ഞ് തിരിച്ചു വന്ന ശശി തരൂരിന് നമ്മുടെ ഭരിക്കുന്ന ഭരണപക്ഷം വലിയ സ്വീകരണം നൽകുമ്പോൾ സ്വന്തം പാർട്ടി കേരളത്തിൽ പോലും അടുപ്പിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. നിലമ്പൂരിൽ വരണ്ട എന്നൊരു വിലക്ക് നൽകിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും തരൂര് നിലമ്പൂരിൽ വന്നാൽ അത് തിരിച്ചടിയാകും എന്ന് കോൺഗ്രസ് ഭയക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു അത്ഭുതമാണല്ലേ. രാജ്യത്തിന് വേണ്ടി വിദേശങ്ങളിൽ പോയി നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗം ന്യായീകരിച്ച് തെളിവ് സഹിതം ഈ ഭീകരാക്രമണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാൻ്റെ പുറംപൂച്ച് പൊളിച്ച് കാണിച്ചു കൊടുത്ത ആളാണ് തരൂർ. രാജ്യമെങ്ങും തരൂരിൻ്റെ ഒരു ഗ്രാഫ് വല്ലാതെ ഉയർന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമേരിക്കയിൽ, കംബോഡിയയിൽ ഒക്കെ നടന്ന ചർച്ചകളിലൊക്കെ ഈ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ച തരൂര് വല്ലാതെ അങ്ങ് സ്കോർ ചെയ്തു എന്നുള്ളത് സത്യമാണ്. ഇത് കോൺഗ്രസ്സിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. രാഹുൽ ഗാന്ധിയെക്കാളും സോണിയേക്കാളും തരൂരിനെ പോലൊരാൾ വളരുന്നത് കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. നെഹ്റു കുടുംബത്തിന് അപ്പുറത്തേക്ക് ഒരു നേതാവ്, അത് കോൺഗ്രസ്സിന് ഒരിക്കലും സ്വീകാര്യമല്ല. അതുമാത്രമല്ല, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഈ പറഞ്ഞതുപോലെ തരൂരിനെ വളരെ പണ്ട് തൊട്ടേ, തരൂര് കേരളത്തിൽ ആദ്യമായിട്ട് മത്സരിക്കാൻ വന്ന 2009 തന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ, ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ തരൂരിനെ ഒരു സയണിസ്റ്റ് ചങ്ങാതി എന്നാണ് വിശേഷിപ്പിച്ചത്. തരൂർ ഇസ്രയേലിനോട് വലിയ അനുകമ്പ കാണിക്കുന്നു, ഇസ്രയേലുമായിട്ട് വലിയ ചങ്ങാത്തത്തിലാണ്, ഇസ്രയേലിലെ നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കളുമായിട്ട് തരൂരിന് വലിയ സൗഹൃദമുണ്ട് എന്നൊക്കെയാണ് ഇവർ ആരോപിക്കുന്നത്. പാലസ്തീനെ ഇസ്രയേൽ വേട്ടയാടുന്നു, അതിന് തരൂരിനെ പോലുള്ളവർ കൂട്ടുനിൽക്കുന്നു. അതുകൊണ്ട് തിരുവനന്തപുരത്ത് തരൂരിനെ തോൽപ്പിക്കണം എന്ന് പോലും ഈ അന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കൾ ആഹ്വാനം ചെയ്തു. അവർ പരസ്യമായിട്ട് തരൂരിനെതിരെ രംഗത്ത് വന്നു. ജമാഅത്ത് ഇസ്ലാമി അതുപോലെ തരൂരിനെതിരെ വോട്ട് ചെയ്യണം എന്ന് അവരുടെ അണികളോട് നിർദ്ദേശിച്ചു. തരൂരിനെതിരെ രംഗത്ത് വന്നു. പക്ഷെ അന്ന് അതൊന്നും വിലപ്പോയില്ല. തരൂർ നല്ല ഭൂരിപക്ഷത്തിന് തിരുവനന്തപുരത്ത് വന്ന് ജയിച്ചു. പിന്നീട് 2014 2019 ഈ തിരുവനന്തപുരത്തെ ഈ പറഞ്ഞ പോപ്പുലർ ഫ്രണ്ട് SDPIക്കാരും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാരും എല്ലാം BJPയുടെ വളർച്ചയിൽ വരളി പൂണ്ട് തരൂരിന് വോട്ട് ചെയ്യേണ്ടി വന്നു. അവരുടെ ഗതികേടാണ്, മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഇടതുപക്ഷത്തിന് വോട്ട് കൊടുത്താൽ ഇടതുപക്ഷം ജയിക്കില്ല. ആ വോട്ട് കോൺഗ്രസ്സിന് കുറയുകയും BJP ജയിക്കുകയും ചെയ്യും എന്ന് മനസ്സിലായതുകൊണ്ട് മാത്രം അവർ തരൂരിന് വോട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷേ തരൂരിനോടുള്ള വിരോധവും വിയോജിപ്പും എല്ലാം അവരുടെ ഉള്ളിൽ വളരെ ശക്തമാണ്. അത് മുസ്ലിം ലീഗിനും ഏതാണ്ട് അത്തരത്തിലുള്ള ചില ഒരു എന്താ പറയേണ്ടത്, തരൂരിനോട് അങ്ങനെ ചില വിയോജിപ്പുകൾ, ചില എതിർപ്പുകൾ ഒക്കെ ഉണ്ട്. പക്ഷെ തരൂര് ഇതൊന്നും കാര്യമാക്കാറില്ല. മുസ്ലിം ലീഗിൻ്റെ വേദിയിലും പോവും, അദ്ദേഹം പ്രസംഗിക്കും. അദ്ദേഹം കോഴിക്കോട് നടന്ന ലീഗിൻ്റെ പരിപാടിയിൽ പച്ചയ്ക്കാണ് പറഞ്ഞത്, പാലസ്തീനെ പിന്തുണയ്ക്കുന്നു, ഹമാസിനെ എതിർക്കുന്നു. ഇത് തന്നെയാണ് ഇന്ത്യ ഗവൺമെൻറ്റും പറഞ്ഞത്, BJPയും പറഞ്ഞത് ഇത് തന്നെയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പൊതുവായ വികാരം ഇതാണ്. പാലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നു, അവരുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണ്, അവരെ നമ്മൾ സഹായിക്കും, സഹായിച്ചിട്ടുണ്ട്, സഹായിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും സഹായിക്കും. പക്ഷേ അതിൻ്റെ പേരിൽ ഹമാസിനെ വെള്ളപൂശാനില്ല. ഹമാസ് എന്ന് പറയുന്നത് ഒരു ഭീകര സംഘടനയാണ്. ഹമാസിനെ നമ്മൾ നിരോധിച്ചിട്ടില്ല. കാരണം നമ്മളുമായിട്ട് നേരിട്ട് ഹമാസ് ബന്ധപ്പെടാതിരിക്കുന്നിടത്തോളം കാലം പാലസ്തീനിലെ ഭരണവർഗം തന്നെ ആവശ്യപ്പെടുന്നുണ്ടല്ലോ ഹമാസിനോട് ആയുധം താഴെ വയ്ക്കാൻ. അതെ, ആ ലോക രാഷ്ട്രീയത്തിൻ്റെ ഒരു പോക്ക് തരൂരിനെ പോലുള്ളവർക്കറിയാം. പക്ഷേ ഇവിടെ കിടക്കുന്ന ഈ എന്താ പറയുക, കിണറ്റിലെ തവളയെ പോലെ ഇവിടെ കിടക്കുന്ന കുറച്ച് ആൾക്കാർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരെ സംബന്ധിച്ച് ഇത് പാലസ്തീനിൽ വലിയ വേട്ട നടത്തുകയാണ് ഇസ്രയേൽ. അതിനെ ഇവിടെ എങ്ങനെയെങ്കിലും പൊലിപ്പിച്ച് കാണിച്ച് 10 വോട്ട് എങ്ങനെ തട്ടാം എന്നുള്ളതാണ് LDFിൻ്റെയും UDFിൻ്റെയും വിശിഷ്യ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും നയം. അതിനവർ ശ്രമിക്കുന്നു, അവരത് നല്ല രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ഇസ്രയേൽ കൊടും ക്രൂരത പാലസ്തീന് നേരെ, കൊച്ചുകുട്ടികളെ പോലും കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ഒരു ആശുപത്രി ആക്രമിച്ചു,
അവിടുത്തെ കാഷ്വാലിറ്റി തകർത്തു. സംഭവം എന്താ? ഈ കാഷ്വാലിറ്റിക്ക് അടിയിലേക്ക് വലിയ തുരങ്കമാണ് പോയിരിക്കുന്നത്. ആ തുരങ്കം ഭൂമിക്കടിയിൽ വലിയ ബങ്കറുകൾ ഉണ്ടാക്കി അവിടെ വലിയ രീതിയിൽ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും ഒക്കെ ശേഖരിച്ചിരിക്കുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷത്തിനാകട്ടെ വലതുപക്ഷത്തിനാകട്ടെ അങ്ങനൊരു ചിന്തയില്ല. ഈ ഹമാസ് എന്ത് ചെയ്താലും അത് പ്രതിരോധത്തിൻ്റെ ഭാഗമാണ്. അതേസമയം ഇസ്രയേൽ ചെയ്യുന്നതോ ഏകപക്ഷീയമായ നിഷ്ഠൂരവും നിന്ദ്യവും ക്രൂരവുമായ ആക്രമണങ്ങൾ. ഇതാണ് ഇവിടുത്തെ ഒരു നരേഷൻസ്. ആ നരേഷൻസ് നിലമ്പൂരിൽ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതിന് കാരണം ഇടതുപക്ഷം സ്വരാജിനെ പോലൊരാൾ അവിടെ മത്സരിക്കുന്നു. ആ സ്വരാജ് വലിയ തോതിൽ ഹമാസിനെ അനുകൂലിക്കുന്നു, പാലസ്തീനെ അനുകൂലിക്കുന്നു, ഈ ഇസ്രയേലിനെ കണ്ണും പൂട്ടി എതിർക്കുന്നു. ഇസ്രയേൽ എന്ന് പറയേണ്ടത് കൊല്ലപ്പെടേണ്ടവരുടെ പട്ടികയിൽ, അതായത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് വിധേയമാക്കേണ്ട ഒരു രാഷ്ട്രമാണ് ഇസ്രയേൽ എന്നാണ് സ്വരാജിൻ്റെ പോലും അഭിപ്രായം. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് തരൂരിനെ പോലൊരാളിനെ പ്രചാരണത്തിന് കൊണ്ടുവന്നാൽ അത് തിരിച്ചടിയാകുമോ എന്ന് കോൺഗ്രസ് ഭയപ്പെടുന്നു. അതൊക്കെ കൊണ്ടാണ് ഒന്ന്, രാഹുൽ ഗാന്ധിയുടെയും സോണിയ പരിവാറിൻ്റെയും അപ്രീതി. അത് തരൂരിനെ ഇവിടെ ക്ഷണിച്ചു കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പങ്കെടുപ്പിച്ചാൽ, അല്ലെങ്കിൽ പരിപാടികളിൽ പങ്കെടുപ്പിച്ചാൽ അത് രാഹുലിന് ഇഷ്ടപ്പെടില്ല, പ്രിയങ്കയ്ക്ക് ഇഷ്ടപ്പെടില്ല, സോണിയയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. നെഹ്റു കുടുംബത്തിൻ്റെ എതിർപ്പ് എന്തിനു വരുത്തി വെക്കണം എന്നാണ് ഒരു ചിന്ത. മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ സയനിസ്റ്റ് ചങ്ങാതിയാണ് തരൂർ എന്ന ആക്ഷേപം മുസ്ലിങ്ങൾക്കിടയിൽ വളരെ വ്യാപകമാണ്. അതുകൊണ്ട് തന്നെ ആ ജമാഅത്ത് ഇസ്ലാമിയെയും SDP-യെയും ഒക്കെ കോൺഗ്രസ് കൂട്ടുപിടിച്ചിട്ടുണ്ട്. ഇത്തവണ എങ്ങനെയും അവർക്ക് ജയിച്ചേ മതിയാവും. അല്ല, ഇത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രീണനമാണോ ഈ ശശി തരൂരിനെ മാറ്റി നിർത്തുന്നത്? കാരണം ആ നിർണായകമായ ഒരു ഇലക്ഷനാണ്. ഇപ്പോൾ പല വർഗീയ സംഘടനകളും അവർക്ക് തുറന്ന പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ദേശീയത ഉണർത്തിയ, ദേശത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ സംസാരിച്ച കൊളംബിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിലപാട് മാറ്റിയൊരു മാറ്റിയെടുത്ത് ആ മനുഷ്യന് നിലമ്പൂരിൽ എത്തിക്കാൻ എന്താണ് ഒരു കോൺഗ്രസിന് അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തരൂരിനെ അവിടെ കൊണ്ടുവന്നാൽ ഈ പറഞ്ഞ പോലെ ജമാഅത്ത് ഇസ്ലാമിയും SDP-യും ഒക്കെ പിണങ്ങും. അവർ ഇന്ന് UDF-നൊപ്പമാണ്. ഇവരുടെ എല്ലാം പിന്തുണ രഹസ്യമായും പരസ്യമായും UDF-നുണ്ട്. അല്ല, 2009 മുതലുള്ള MP ആണ് കോൺഗ്രസിന്റെ. അതെ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. തരൂരിന് തിരുവനന്തപുരത്ത് എവിടെയെങ്കിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നതെങ്കിൽ അവർ തരൂരിനെ രംഗത്തിറക്കും. ഇതിപ്പോൾ മലപ്പുറത്ത് നിലമ്പൂരിലായിപ്പോയി. അതാണ് വിഷയം. മുസ്ലിം ലീഗിനാകട്ടെ കോൺഗ്രസ്സിനാകട്ടെ തരൂരിനെ കെട്ടിയെഴുന്നള്ളിച്ച് വേദിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ അവർക്ക് ഒരു വൈക്ലഭ്യമുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, തരൂർ സയനിസ്റ്റ് ചങ്ങാതിയാണ് എന്ന ആക്ഷേപം വളരെ ശക്തമായിട്ട് നേരത്തെ ഉയർന്നിരുന്നു. ഈ തരൂരിനെ അവിടെ കൊണ്ടുവന്നാൽ ഇടതുപക്ഷം അതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കും. നരേന്ദ്രമോദിയുടെ ഉറ്റ തോഴൻ എന്നായിരിക്കും ഇടതുപക്ഷം അവിടെ അതിനെ വിശേഷിപ്പിക്കുക. അത് മുസ്ലിം വോട്ട് ബാങ്കിൽ ഈ ശരിക്കും ന്യൂനപക്ഷ പ്രീണനമല്ല, മതപ്രീണനമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകപക്ഷീയമായിട്ട് ഒരു മതത്തെ പ്രീണിപ്പിക്കാൻ ഏതറ്റം വരെയും കോൺഗ്രസ് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലേക്ക് ഒരു വടി വെച്ചു കൊടുത്തിട്ട് ഞങ്ങളെ അടിച്ചോ എന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറല്ല. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും തരൂരിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. തരൂര് ഒരു ഈ പറയുന്നത് പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒക്കച്ചങ്ങാതി, അതുപോലെ ഇസ്രായേലുമായിട്ട് വളരെ അടുത്ത ബന്ധം. ഇപ്പോഴിത് അമേരിക്കയിൽ പോയി കേരളത്തിലെ മുസ്ലിങ്ങളുടെ സ്വർഗരാജ്യം എന്ന് പറയുന്നത് സൗദി അറേബ്യ ഒന്നുമല്ല, അത് പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാനെതിരെ സംസാരിക്കുന്നു, പാകിസ്ഥാനെതിരെ തെളിവുകൾ കൊടുക്കുന്നു, പാകിസ്ഥാനെതിരെ ലോകരാഷ്ട്രങ്ങളെ അണിചേരാൻ പ്രേരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, കംബോഡിയ പോലൊരു രാജ്യം സ്വീകരിച്ച നിലപാട് മാറ്റി എഴുതിക്കാൻ തരൂരിന് സാധിച്ചു എന്നുള്ളതും കൂടി നമ്മൾ ഈ അവസരത്തിൽ കാണണം. ഇതെല്ലാമാണ് കോൺഗ്രസിൻ്റെ തിങ്ക് ടാങ്കിനെ, കോൺഗ്രസിൻ്റെ ബുദ്ധി കേന്ദ്രത്തെ ഈ തരൂരിനെ നിലമ്പൂരിൽ അവതരിപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഘടകം. അത് അവർ വല്ലാണ്ട് ഭയപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ തരൂര് വന്നാൽ അത് ലഭിക്കാനിടയുള്ള കുറേ മുസ്ലിം വോട്ട് നമുക്കില്ലാതെയാകും. കാരണം ഒന്ന്, ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമാണ്. അതിൻ്റെ ഒരു മാർഗിടൽ തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ കേരളത്തിൽ നിലമ്പൂരിൽ ഈ പറയുന്നത് പോലെ പിണറായി സർക്കാരിനോടുള്ള എതിർപ്പ് വളരെ ശക്തമായിട്ട് നിൽക്കുന്നു. ആ എതിർപ്പിനെ പരമാവധി ചൂഷണം ചെയ്യുക, പരമാവധി വോട്ടുകൾ നേടി മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അജണ്ട. അത് തൃക്കാക്കരയിലും പാലക്കാടും പുതുപ്പള്ളിയിലും ഒക്കെ എന്ത് സംഭവിച്ചോ അത് തന്നെ ഇവിടെയും ആവർത്തിക്കും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടലിന് വിഘാതമുണ്ടാക്കുന്ന ഒന്നും അവർ ചെയ്യില്ല.
അതുകൊണ്ട് തന്നെയാണ് തരൂരിന് ഒരു അപ്രഖ്യാപിത ഊരുവിലക്ക് നിലമ്പൂരിൽ കൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ അവിടെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു കൺവെൻഷനിലോ ഒരു ചടങ്ങിലോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു റാലിയിലോ ഒന്നും അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ, അണിചേർക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകില്ല എന്ന് തീർച്ചയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.